ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ബുദ്ധിം ദേഹി യശോ ദേഹി കവിത്വം ദേഹി ദേഹി മേ മൂഢത്വം സംഹര ദേവി ത്രാഹി മാം ശരണാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. നമസ്കാരം, എല്ലാവർക്കും റിതം ഓഫ് ലവിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകം നോക്കാം. തസ്യ സംജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദദ്മോ പ്രതാപവാൻ. പ്രതാപശാലിയും കുരുവൃദ്ധ കുരുക്കളിൽ മൂത്തവനുമായ എന്ന് വച്ചാൽ കുരുവംശമാണ് ഭീഷ്മരുടേത്. അതുകൊണ്ടാണ് കുരുക്കളിൽ മൂത്തവനുമായ എന്ന് പറയുന്നത്. പിതാമഹ മുത്തശ്ശൻ. തസ്യ അദ്ദേഹത്തിന്, ആർക്ക്? ദുര്യോധനന്. ഹർഷം സന്തോഷം. സംജനയൻ ജനിപ്പിച്ചുകൊണ്ട്. ഉച്ചൈഹി ഉറക്കെ. സിംഹനാദം വിനദ്യ സിംഹത്തിൻ്റേതുപോലെയുള്ള തൻ്റെ ശബ്ദം ധ്വനിപ്പിച്ച്. ശംഖം ശംഖ്. ദദ്മൗ ഊതി. അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനന് ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തൻ്റെ ശംഖമെടുത്ത് ഊതി. ഇതാണ് സാമാന്യാർത്ഥം. ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ദുര്യോധനന് ഭീഷ്മ പിതാമഹനിൽ അല്പം സംശയമുണ്ടെന്ന്. കാരണം ഭീഷ്മർ വൃദ്ധനായിരിക്കുകയാണ്. അപ്പോൾ പാണ്ഡവപക്ഷത്തെ ജയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന ഒരു സംശയം ദുര്യോധനനുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം ദ്രോണരുടെ അടുത്ത് പോയി ഒരെണ്ണം പറഞ്ഞതും. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഭീഷ്മർ തൻ്റെ പൗത്രന് തൻ്റെ മേൽ ഒരു വിശ്വാസക്കുറവ് ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം ദുര്യോധനന് അല്പം ധൈര്യം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ തൻ്റെ മേലുള്ള സംശയം ദൂരീകരിച്ചോട്ടെ എന്ന് കരുതി അദ്ദേഹം എന്ത് ചെയ്തു? സിംഹനാദം മുഴക്കിക്കൊണ്ട് തൻ്റെ ശംഖെടുത്ത് ഊതി. ഇവിടെ മഹാഭാരത യുദ്ധത്തിൽ ആദ്യം ശംഖനാദം മുഴക്കിയത് കൗരവപക്ഷത്താണ്. പിന്നീടാണ് പാണ്ഡവപക്ഷത്തു നിന്നും ശംഖനാദം ഉയർത്തിയത്. ഇതാണ് ഈ 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.